Hello guys, welcome back to our channel guys. So എന്തുണ്ട് ഇപ്പം മാള ഓഫീസിലുണ്ട് ഗൈസ് മൂവിക്ക് വന്നിട്ടു. സോ ഞങ്ങൾക്ക് ഇൻട്രോ എടുക്കാൻ പറഞ്ഞത്. സോ ഹലോ ഗൈസ്, അപ്പം എന്തുണ്ട് അതിലിപ്പോൾ മാള ഓഫീസിലുണ്ട്. സോ എന്താ ഓഫ് കിട്ടുന്നില്ല ഗൈസ്, പണിയും ഭയങ്കര ടാസ്ക് ആയി. കുറേ വീഡിയോ ഇടാത്ത ശമ്പള ഭയങ്കര വീഡിയോ. സോ ഇപ്പോൾ നമ്മൾ എന്താ വെച്ചെങ്കിൽ ഒരു മൂവിക്ക് വന്നിട്ടുണ്ട്. എന്താ എന്ത് പേര്? സേതുപതിയില്. സോ കാര്യമായ മൂവി, നല്ല മാച്ചുണ്ട്. നല്ല ആൾക്കാരുണ്ട്, ബുക്കിംഗ് ഉണ്ടല്ലോ. സോ നമുക്ക് നമ്മളൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി തരാം ഗൈസ്. സോ ഗൈസ് അപ്പം എന്താ മഴയുണ്ട്, മഴയില്ലാന്നറിയില്ല. പക്ഷെ നാട്ടിൽ തപ്പല്ല അത്രയില്ല മഴ. പക്ഷെ ഇപ്പൊ വരുമ്പോ ഭയങ്കര ചെണ്ടയൊക്കെ, ഞാൻ ഭയങ്കര ചെണ്ടയായി വരുമ്പോഴത്തേക്കാണ്. ബാംഗ്ലൂർ വെതർ സെറ്റ് വെതറാണ് ഇപ്പോൾ. എന്താ പറയണ്ട, എക്സ്പ്ലോർ ചെയ്യാനുള്ള പറ്റിയൊരു വെതറാണ് ഇപ്പോൾ ബാംഗ്ലൂർ. ഇതിൽ പിന്നെ മഴയല്ല, മഴത്തെ എവിടെ പോകാനില്ല, എവിടെ പോകാനല്ല. സോ ഇവിടെ എന്താ പറയണ്ട, ഒരു ക്ലൗഡി വൈബാണ്. അതാ സോ ഇതാണ് മാൾ ഓഫീസിന്റെ ഗ്രൗണ്ട് ഫ്ലോർ. സോ ഇവിടെയാണ് സ്റ്റാർബക്സിന്റെ ഇവിടെ വേണമല്ലോ, കാണുന്നില്ല. അവിടെ ഉണ്ടോ? പിന്നെ എൻ്റെ കഥയെന്ന് വെച്ചെങ്കിൽ അല്ല ഭയങ്കര ബിസി, എന്നെക്കാളും ഭയങ്കര ബിസി അലഫില്ലാത്ത കൊണ്ട് ഞാനും ഇല്ല. ഷമു, അപ്പൊ ഇന്നത്തെ മൂവിനെ കുറിച്ച് എന്താ പറയാനുള്ള എനിക്ക്? മജ ഉണ്ടാവോ? പോയിത്തപ്പെട്ടോ? എല്ലാരും നല്ലുണ്ടായിട്ട് എല്ലാരും ഞാനിപ്പോ എത്ര ആള് റിവ്യൂ എടുക്കുന്നുണ്ട്. ഇപ്പൊ എന്തെല്ലാം വരുന്നുണ്ടോ? നല്ലുണ്ട്, മജുണ്ട്, തിരിയുണ്ട്, വരിയുണ്ട്, മജുണ്ട്. എന്നിട്ട് നോക്കാം എന്തെങ്കിലും. സോ എന്താ പറയണ്ട, പക്ഷെ നമുക്ക് കാല നമ്മളെ ചില കമ്പനിയിൽ സീനില്ല. ചില കമ്പനി ഭയങ്കര സ്ട്രിക്റ്റ്. എൻ്റെ കമ്പനിയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിഫോം ഒന്നിട്ടില്ല, ബ്ലോഗ് എന്തൊട്ടിടാ യൂണിഫോം കാണാനല്ല. അങ്ങനത്തെ ഒരു പറ്റിയൊരു കമ്പനി എന്താ പെട്ട്. പിന്നെ എന്താ വെച്ചെങ്കിൽ എക്സ്പീരിയൻസ് ആക്കണ്ടേ, പിന്നെ എന്താ പറഞ്ഞിട്ട് പോകണല്ലോ കഴിച്ച്. അല്ലേ സമൂഹം? അപ്പം എല്ലാവരും അധികം ആൾ ചോദിക്കുന്നത് ഇങ്ങനത്തെ റീലിടുന്നല്ല, നിങ്ങൾക്ക് എന്താ ഒരു ഇതിടാ യൂണിഫോം ഇട്ടിട്ട് ബ്ലോഗ് ചെയ്യാൻ കഴിഞ്ഞില്ല, എയർപോർട്ടിലെല്ലാം പണിയെടുക്കുന്നത് ചില ആൾ എടുക്കുന്നുണ്ട്. കുറേ ആൾ ചോദിക്കുന്നുണ്ട്, കുറേ ആൾ ചോദിക്കുന്നുണ്ട്. അതല്ലേ ഇത് ഞാനില്ല അങ്ങനെ ചോദിക്കുന്ന ആൾക്കുള്ള റിപ്ലൈ ആണ് ഇതിന്. അറിയണം ആൾക്കാരെന്ത് പറയുന്നത്, നിങ്ങൾക്ക് ലൈക്ക് പണിയില്ല അതുകൊണ്ടല്ലേ നിങ്ങൾ ഡ്രസ്സ് ഇടാത്ത, യൂണിഫോം ഇട്ടിട്ട് ബ്ലോഗ് ചെയ്യാത്ത, നിങ്ങൾക്ക് ഇതില്ല, പണിയെല്ലാം പോയിട്ടുണ്ടോ, അങ്ങനത്തെ എല്ലാം തിങ്കണ്ട മൈൻഡുള്ള ആൾക്കാരുണ്ട്. കുറേ ആൾക്കാരുണ്ട്. നമ്മ ഇത് പറഞ്ഞിട്ട് പോകണത്തില്ല, പക്ഷെ നാട്ടിലും കുറേ ആൾക്കാരുണ്ട്. എന്ത് പണിയില്ല, അടപ്പിടത്തിരിക്കുക, കുത്തിത്തിരിപ്പാക്കുക, അങ്ങനത്തെ കുറേ ആളുണ്ട്. സീരിയസ്ലി നേരെ തന്നെ ഈ ആൾക്കാർക്ക് കുത്തിത്തിരിച്ചിട്ട് എന്ത് കിട്ടുന്ന കള്ളാക്കാരുണ്ട്. വല്ല നേരെ പറഞ്ഞ ഒരു കോണയില്ല. ബാക്കിൻ്റെ ആളെ ഒരു ലൈഫിൽ മുന്നോടിട്ട് ജീവിക്കും. നമ്മ ഒരു ലൈഫിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ബാക്കിൻ്റെ ആൾ എഡിൽ വന്നിട്ട് ഇടുമില്ല. അതൊരിക്കലും പറയില്ല, തമാശ കാര്യം പറഞ്ഞാൽ. ഞാൻ ഓരോർക്ക് ഇഷ്ടമുള്ള ചെയ്യാം, ഓരോ രീതിയിൽ പോവാം. അല്ല സത്യം, ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കാണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കുത്തിത്തിരിപ്പാക്കാൻ വേണ്ടി നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. കാരണം അപ്പോൾ ഇവർ കാണുമ്പോൾ വിചാരിക്കും ഓൻ ഇങ്ങനെ ആക്കും, മറ്റേ ആക്കുന്നത്. അതിൽ പറഞ്ഞിട്ട് എന്ത് കിട്ടുന്നത്? ഇത് നെഗറ്റീവ് പറഞ്ഞെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ഓളി കുറേ ആൾക്കാരുണ്ട്. സ്വന്തമാണ്, അതൊന്നും കാര്യമില്ല, ഒരു കാര്യമില്ല. നമ്മളെ ലൈഫിൽ ഇങ്ങനെ പോകേണ്ടതാണ്. മനസ്സിലാവും.
പണിയില്ലേ ഒരാടെങ്ങെത്തണ്ടാൻ പോകുന്നത് അതുപോലെ പണിയൊന്നുമില്ല ഇങ്ങനെ ഞങ്ങൾക്ക് പണിയുണ്ട് guys. ഞാൻ എയർപോർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ പൊരുക്കും കൊടുക്കുന്നുണ്ട്. അതെല്ലാം നോക്കിയിട്ട് ഓരോ ചിന്ത എന്താ പറയുക, നമ്മുടെ തമാശ ഞാൻ ഉള്ളത് പറയുന്നത്, ഞാൻ ഉള്ളതെല്ലാം പറയുന്നല്ല. നാട്ടിൽ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ പിത്ത് നടക്കുന്നത്, മനസ്സിലാവും. ഞാൻ പറയുന്നത് ഇപ്പം പറയുന്നത് ഓരോരോ കാലിന് നോക്കിയിട്ട് പോവാം. സ്കിപ്പ് അടിച്ചോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ നോക്കിയും പ്രശ്നമില്ല, നോക്കില്ല പ്രശ്നമില്ല. ഇങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആക്കണോ അങ്ങനെയൊന്നും വിചാരിക്കുന്ന ആളെന്താക്കുന്നത് നോക്കാണ്ടിരിക്കുന്നത് നല്ലത്. സമാധാനം പോകുന്നില്ലേ നോക്കിയെങ്കിൽ പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് കാര്യം. അപ്പൊ എന്ത് പറയണ്ട, നെഗറ്റീവ് പോലീസ്, ഭയങ്കര നെഗറ്റീവ് പോലീസ്. കാരണം ആൾക്കാർ ഇപ്പൊ എങ്ങനെ പോകുന്നുണ്ടോ അതിനിങ്ങനെ വലിച്ചു തിരിച്ചിട്ടില്ലാക്കുന്ന കുറെ ആളുണ്ട്. അതൊന്നും പാടില്ല, ഒരിക്കലും പാടില്ല. കാരണം ഒരാൾ ലൈഫിൽ വെച്ചിട്ട് കളിക്കേണ്ട ഒരു എന്താ പറയണ്ട, ഒരു ആവശ്യമില്ല. ഓരോരോ ലൈഫ് ഓരോരോ നോക്കിയിട്ട് പോകേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത് പണ്ട് 1980 കാലത്തുള്ള അനുഭവമാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. ഇപ്പം 2025 ആയി, അത് ചിന്തിക്കണം, മനസ്സിലാവും. അതിൻ്റെ രീതിക്ക് പോകണം. പക്ഷെ എല്ലാവരും എന്താ പറയണ്ട, ബാക്കിൻ്റെ ആളെ ഒരു ലൈഫിൽ കയറ്റി കളിക്കേണ്ട ആവശ്യമില്ല. ഓരോർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഓരോർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഓരോർക്കുള്ളത് ചെയ്യാം. ഇപ്പം അതെത്തിച്ചിട്ട് എനിക്കും പണിയുണ്ട്, ഓൾക്കും പണിയുണ്ട്. അൽഹംദുലില്ലാ ഹൈറ്. പിന്നെ ആക്ച്വലി നമ്മൾ ഇത് റിയാക്ട് ആക്കണ്ടെന്ന് വിചാരിച്ചത്, പക്ഷെ റിയാക്ട് ആക്കാതിരിക്കാനുള്ള വഴിയില്ല. അതുകൊണ്ട് എന്താ പറയണ്ട ഇല്ലല്ലോ, പറയേണ്ട അടുത്ത് പറയണം. ഇങ്ങനെ മുണ്ടാൽ നിന്നിട്ട് ഒരു കാക്കോണല്ല. ഇങ്ങനെ മുണ്ടാടുന്ന പിന്നെ അതിൽ റിപ്പീറ്റ് തന്നെ പറഞ്ഞുകൊണ്ടുണ്ടാവും. ഒരു കോണില്ല വയസ്സ്, ഒരു കോണില്ല ബാക്കിൻ്റെ ആളിങ്ങനെ. അല്ല, നമുക്ക് പിന്നെ ഓൾറെഡി അറിയും. നമുക്കിപ്പോൾ ഈ ബ്ലോഗെല്ലാം തുടങ്ങി എന്തായാലും നെഗറ്റിവിറ്റി നമുക്ക് എന്തായാലും വരും, നമുക്ക് ഉറപ്പുണ്ട് കൊണ്ടാണ് കഴിച്ച് നമ്മൾ ഇത് തുടങ്ങുന്ന തന്നെ. സോ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് എന്ത് ഗുണമുള്ള, നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി, നമ്മളെന്തായാലും പറയൂ, അത് നമുക്കറിയും. നിങ്ങൾ വെറുതെ വായടിക്കുന്ന നല്ലതല്ലേ, എന്തെങ്കിലുമൊക്കെ നമ്മൾ തന്നെ പറയുന്നല്ലേ. ഇപ്പം നമ്മൾ പറയാൻ വന്നത് തന്നെ ഞങ്ങൾക്ക് എന്തായാലും ഇത് അറിയുന്നല്ലേ. അപ്പം നിങ്ങൾ വെറുതെ നെഗറ്റിവിറ്റി പറഞ്ഞിട്ട് ടൈം വേസ്റ്റ് ആക്കണ്ട, നമുക്ക് എന്തായാലും ഉറപ്പുണ്ട്, നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി. ഷോ എന്ന് പറഞ്ഞെങ്കിൽ ഇല്ലേ, ഇന്ന് 7:50 ഷോ. സോ നമ്മൾ പോവാൻ നിൽക്കുന്നത്. ഇന്ന് മുന്നേ വന്നപ്പോൾ കുറച്ച് വ്ളോഗും എടുക്കുക, കുറേ ദിവസമായില്ലേ വ്ളോഗെല്ലാം. ഞാൻ ഇന്ന് തന്നെ ഓളെ കാണുന്ന ഇത്ര ഡ്യൂട്ടിയാണ്. മോർണിംഗ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, ഫുൾ ടയർഡാണ് സൈഡ്. പിന്നെ റീൽസ് ഒന്നും എടുക്കാതെ കുറേ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് മൂവിക്ക് പോയാൽ വിചാരിച്ച് അങ്ങനെ ഓളെ വിളിച്ചിട്ട് ഞാൻ കൂട്ടി വന്നു. പിന്നെ മിനിയാന്നൊരു ഇതെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വ്ളോഗ് എടുക്കാൻ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്തിട്ട് പോയി വന്നേന്നത്. മഴ ആയിട്ടില്ലയോ, മഴ ആയിട്ട് അങ്ങനെ ആയിപ്പോയിരുന്നു. അതുകൊണ്ട് പോയി പറഞ്ഞു ഇങ്ങനെ ഇന്നൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. കുറേ ഗ്യാപ്പ് എടുക്കുമ്പോൾ മതിയില്ലല്ലോ. സേതുപതി മൂവി കണ്ടിട്ട് സേതുപതി സാറിന്റെയും നിത്യ മാമിന്റെയും ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്ത്, ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്താണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ആടിനടുത്തു എത്ര പേരുടെ അടുത്തേക്ക് ബാംഗ്ലൂർ ഭയങ്കര നല്ല മാള് നടന്നെങ്കിൽ തന്നെ ബാംഗ്ലൂർ UP സീറ്റ് മാൾ ഭയങ്കര എന്താ പറയുക ഹൈപ്പാകാം. പക്ഷെ അത്ര ഇതല്ല. പക്ഷെ നമുക്ക് ഇതൊന്നും വരുമ്പോൾ എന്താ ജസ്റ്റ് ബാംഗ്ലൂർ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ആക്കുക ഗൈസ്, മാൾ ഓഫ് ഏഷ്യ. സോ എന്താ പറയുക, ജസ്റ്റ് ബാക്ക് കാണിച്ചാൽ നിന്റെ ബാക്കല്ല ക്വാളിറ്റി. സോ ഗൈസ് ഇപ്പോൾ ഈ മാള് വരുന്നതെന്ന് വെച്ചെങ്കിൽ ഹെബ്ബാല് ബേട്ടനായപുര വരാൻ നമുക്ക് ഇപ്പോൾ എയർപോർട്ടിൽ നിയറസ്റ്റ് ആണ്. നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് എന്തായാലും സിറ്റിക്ക് 27 സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ട് സിറ്റിക്ക് പോകാൻ. പിന്നെ ഒരു കഥയുണ്ട് ഗൈസ്. നമ്മൾ ഇപ്പോൾ ഇവിടെ അധികം വന്നെങ്കിൽ അലഫെപ്പോഴും പോകലല്ലേ എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോകും, ഫുഡിൻ്റെ ഫ്ലോറിലേക്ക് പോകും. ഫസ്റ്റ് വന്നപാട് അപ്പോൾ ഇന്നപ്പോൾ ഞാൻ ഫുഡെല്ലാം കഴിച്ചോണ്ട് ഫുഡിൻ്റെ സെക്ഷനിലില്ല ഗൈസ്. ഫുഡിൻ്റെ സെക്ഷൻ ഞാൻ പോകുന്നതില്ല ഗൈസ്. സോ ഇങ്ങനെ കറങ്ങാം. 7 മണിക്ക് ഷോ ആണ് ഗൈസ്. ടി വി സ്പോൺസർ ചെയ്യൂ, ഇല്ലെങ്കിൽ ഐസ്ക്രീം, ഒരു പിസ്സ, സം ബർഗർ സ്പോൺസർ ചെയ്യും. നത്തിങ് സ്പോൺസർ ചെയ്യാം.
ഇഷ്ടമില്ല പറയും ഇങ്ങനെ മൂട് നോക്കിട്ട് ഇഷ്ടമില്ല അതെയാ മേങ്ങി തരുന്നല്ലോ എന്നോട് കുറേ ചോദിക്കുന്നത് ട്രീറ്റ് വേണം ട്രീറ്റ് ആണ് നിന്റെ ബർത്ത്ഡേ കഴിഞ്ഞില്ല എന്ത് കൊടുക്കുന്നത് തല കൊണ്ട് കൊടുത്താല നിന്നെ കാണുമ്പോ കൊറിയൻ ആൾക്കുണ്ടല്ലോ അല്ല അന്ന ഫൺ സിറ്റിന്റെ കാർഡ് ഉണ്ടായി ലുലുലത്തെ കാർഡില്ല എടുത്തില്ല ഈടാക്കിട്ടാ പറഞ്ഞോ ഇതല്ലേ ഷമ്മുവ സെയിം ലൈക്ക് യു റൈറ്റ് ജസ്റ്റ് ഓക്കെ അന്നെ പോലത്തെ എടുത്തു അന്നെ പോലത്തെ ഉണ്ട് പക്ഷെ അത് ഞാൻ റീപ്ലേസ് ആക്കിരണം ഞാൻ റീപ്ലേസ് ആക്കിയില്ല നായിലെ ചെറുതല്ലേ കുഞ്ഞ് അത് ഞാൻ ഷമ്മ ലാസ്റ്റ് കുറെ ഫൺ സിറ്റി കഴിച്ചു ഇത് പിള്ളറാട്ടിക്കാട് കഴിച്ചു പിള്ളറാണ് തന്നെ അറിഞ്ഞാ ഇത് പിള്ളറാട്ടിക്കാ മറ്റേ അയില് കയറ ബൈക്കില് കയറാ ഇതൊക്കെടാ ഇതിന്റെ ബുദ്ധി ആ റൈഡ് ഇട്ടോ നീ ഒന്ന് ജസ്റ്റ് റൈഡ് ഇട്ടോ പിന്നെ ജയിച്ചിട്ടെങ്കിൽ വേണ്ട ചുമ്മാ പറഞ്ഞു ഞാൻ മേങ്ങി കൊടുത്തു കഴിച്ചു പക്ഷെ അമ്മൂനെ കേട്ടിട്ടാ ഇതെന്ത് ചമ്മു പായസം നീ പായസം കുടിക്കലുണ്ടാ നമുക്ക് ഇവിടെ വന്നിട്ട് ഡൊമിനോസ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് എന്താ എൻ്റർ ആയി ഫിലിമിലുണ്ട് സോ സ്ക്രീൻ ആയിട്ടാണ് കഴിച്ചത് എന്റെ എന്താ കന്നഡ അത് എന്ത് ഷൂസു അങ്ങനത്തെ ഫിലിം എന്താ റിലീസാണ് അത് കോമഡി നല്ല കോമഡി ഫിലിം ആ അങ്ങനത്തെ ഫിലിമാണ് ഷൂസു അങ്ങനെ സംഭവം അതെന്താ അത് ഹിന്ദി പോകത്തില്ല നമുക്ക് പോവാ ലൈറ്റ് സോ ബാക്ക് സീനാവാ ബാക്ക് ഇൻട്രോ ഉണ്ടെങ്കിൽ പിരാന്ത് ഓ സീൻ നമ്മൾ എടുക്കുന്ന ആൾക്കാരാണല്ലോ പഠിച്ചാൽ സോ ബാഡ് ആണോ ഞാൻ പോവാ നമുക്ക് ഏഴ് കാലേ ബാ എൻ്റെ എടുക്കത്തെ വെറുതെ വെച്ചാൽ വെയിറ്റിംഗ് ക്ലീനിങ് ആയി പോകുന്നുണ്ട് അല്ലഫിന്റെ മുൻപ് നാളെ ഡ്യൂട്ടി പോകണം രാവിലെ അതാണ് ടാസ്ക് ഉള്ളിൽ കയറുന്നുണ്ട് ഉള്ളിൽ കഴിച്ച മൂവി ഇപ്പോൾ വേറൊരു മൂവി ഉണ്ടായി വേറൊരു മൂവിയെല്ലാം കഴിഞ്ഞിട്ട് ക്ലീനാക്കി കഴിഞ്ഞിട്ട് കൊണ്ട് ഫിലിം സ്റ്റാർട്ടായി സോ നമ്മൾ ഇന്ന് ബാക്ക് സീറ്റാണ് എടുത്തത് നല്ല ബാക്കിൽ ഇരുന്നിട്ട് കാണാൻ ചമ്മു മൂവിയാണ് ചമ്മു ഇഷ്ടപ്പെട്ട് ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ടാ അല്ല മൂവിയാ മൂവി ഇഷ്ടപ്പെട്ടതാ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടു
ബൈ ഗായ്സ്. സോ ഗായ്സ്, അപ്പോൾ ഫിലിമെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോയത്. അപ്പോൾ ഞാൻ ഓളെ ഡ്രോപ്പ് ആക്കിയിട്ട് ഞാൻ നേരെ പോകണം വീട്ടിലേക്ക്. നാളെ നേരെ മോർണിംഗ് ഷിഫ്റ്റിന് പോകണം. അതാണ് ടാസ്ക്. പിന്നെ എന്തില്ല എന്താ വെച്ചാൽ നമ്മൾ ഒരു മൂവിക്ക് പോകുന്ന ഡേയും പിന്നെ ഒരു ജസ്റ്റ് ഒരു വ്ളോഗ് ഇട്ടാണ് ഗൈസ്. അപ്പോൾ ബൈ ഗായ്സ്. ബൈ.